സാധനം കണ്ടോ നിങ്ങൾ? ഇതുണ്ടല്ലോ, നമ്മൾ വാഷിംഗ് മെഷീനിൽ ഡിറ്റർജൻറ്റൊക്കെ യൂസ് ചെയ്യില്ല, അതിന് പകരമായിട്ടാണ് കേട്ടോ. അതായത് ഡിറ്റർജൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫാബ്രിക് കണ്ടീഷണറും അതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഈ ഒരു സംഭവം വാങ്ങിയാൽ മതി. ഓപ്പൺ ചെയ്തിട്ട് ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ലോക്ക് ചെയ്യണ ആ ഒരു സിസ്റ്റമാണ് കേട്ടോ. അതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യുന്നില്ലേ, ആ സംഭവമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അത് ക്ലോസ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അതാ ഇങ്ങനെ കാണുമ്പോൾ വല്ല ക്യാൻഡി ആണോ എന്ന് തോന്നും. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് തുറക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കര ആ ഒരു ഡിറ്റർജൻറ്റിൻ്റെ സ്മെല്ല് വരും. അപ്പോൾ ഞാൻ തുറന്നെടുത്ത് കാണിച്ചു തരാം. നല്ല രസം കേട്ടോ അത് കയ്യിലെടുത്ത് പിടിക്കാനായിട്ട്. കണ്ടില്ലേ, ബ്ലും 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 എന്നിരിക്കും. ഇതേ ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഫാബ്രിക്കൊക്കെ നല്ല ഫ്രഷായിട്ടും നല്ല ഫ്രാഗ്രൻസോട് കൂടി ഇരിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കേട്ടോ ഇതിങ്ങനെ. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഒരു 28 ക്യാപ്സ്യൂൾസ് അടങ്ങിയിട്ടുള്ളതാണ്. ഇതിനെ ശരിക്കും മറ്റേ ഡിറ്റർജൻറ്റ് പോഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ, അതായത് ഓൺലൈനൊക്കെ വാങ്ങിക്കുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ആമസോണിലായാലും കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഉള്ള ബിഗ് ബാസ്ക്കറ്റ് അതുപോലെ തന്നെ ഇൻസ്റ്റാമാർട്ട് അതിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് ആമസോണിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ പല ബ്രാൻഡിൻ്റെ ഉണ്ട്, ഇതിൻ്റെ മാത്രമല്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കയ്യെത്തണ ഭാഗത്തൊന്നും വെക്കരുത്. പിന്നെ ഇത് ഇങ്ങനെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അത് വാഷിംഗ് മെഷീനിൽ തുണികളിടുന്നതിന് മുമ്പായിട്ട് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് തുണികളിട്ടിട്ട് പിന്നെ സാധാ പോലെ പ്രവർത്തിപ്പിക്കുക. പിന്നെ നമ്മൾ വേറെ എക്സ്ട്രാ അതിലേക്ക് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ വെച്ചാൽ റിൻസ് ആൻഡ് സ്പിൻ വെക്കുന്നതിന് മുന്നായിട്ട്, അതായത് നമ്മൾ ആദ്യം സാധാ ഇങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം റിൻസ് ആൻഡ് സ്പിൻ വെക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഈ ഇതുണ്ടല്ലോ നമ്മുടെ കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണറോ അങ്ങനത്തെ ഏതെങ്കിലും ഫാബ്രിക് കണ്ടീഷണർ ഒഴിച്ച് കൊടുക്കാറ് ചെയ്യാറ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ആ ഒരു ടബ് ഉണ്ടല്ലോ തുണികളിടണേ, അതിലേക്ക് ഇതിട്ട് കൊടുത്താൽ മതി. ഇതതിൻ്റെ കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്തോളൂ. ഇതിലിങ്ങനെ അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് പ്ലേസ് ദ സ്മാർട്ട് ഷോട്ട് ഇൻ ദ എം ടി ഡ്രം, ലോഡ് ക്ലോത്ത്സ്, സ്റ്റാർട്ട് ദ മെഷീൻ. അത്രയേ ഉള്ളൂ. ഒരു ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ആ ഒരു സർഫേസ്. അതായത് ഈ സംഭവം നമ്മൾ കടിച്ചാലൊക്കെ വരും. അതുകൊണ്ട് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ അത് കടിക്കണതിൽ നിന്ന് ഇതാക്കാൻ വേണ്ടിയാണ് കേട്ടോ. അത് അവർ ആക്കുമ്പോൾ വയലിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തുപ്പല്ലോ ആ ഒരു ബെറ്റർ ടേസ്റ്റ് വരുമ്പോൾ, അതിന് വേണ്ടി. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും അത് പറഞ്ഞെടുക്കും. ഞാനിത് അങ്ങനെ വിശദമായിട്ട് കാണിക്കണില്ല, ജസ്റ്റ് ഇത് കാണിക്കണു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മുടെ കംഫർട്ടും ഡിറ്റർജൻറ്റും എല്ലാം അടങ്ങിയതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നോർമൽ ഹെവി ലോഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 എടുക്കണം, അല്ലാത്തതിന് ഇത്. ഇപ്പം ഞാൻ ഇവിടെ സാധാരണ നമ്മുടെ റെഗുലർ ലോഡാണ് ചെയ്യണത്, അതുകൊണ്ട് ഇതാണ് എടുക്കണേ. ഓക്കെ, ക്ലോസ് ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ കുറച്ച് തുണികൾ എടുക്കണുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു ഡിറ്റർജൻറ്റ് ഷോട്ട് വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മിലേക്ക് ഇട്ടിട്ട് തുണിയിലിട്ട് ഡോറ് ക്ലോസ് ചെയ്തിട്ട് നോർമലായിട്ട് നമുക്ക് ഓൺ ചെയ്യാം. അതിന് ശേഷം റിൻസ് ആൻഡ് സ്പിന്നും കൂടി വെക്കും. പക്ഷേ ഇതിൻ്റെ സ്മെല്ലൊന്നും തുണികളിൽ നിന്ന് പോവില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇതിങ്ങനെ നന്നായിട്ട് തന്നെ ക്ലോസ് ചെയ്തിങ്ങനെ വെക്കേണ്ട കേട്ടോ. ഇതിങ്ങനെ വലിച്ചാൽ മതി ഇവിടെ നിന്ന്. ഞാനിപ്പോൾ വീഡിയോ എടുക്കണ കാരണം കൊണ്ട് എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാനിതിങ്ങനെ പ്രസ് ചെയ്ത് പോവാം സംഭവം.